കഴിച്ച് നമ്മൾ അതൊന്ന് ചില ഒരു വിഷയം വന്നതാണ്. ഓക്കെ, ഓ 1 മിനിറ്റുള്ളിൽ അപ്ഡേറ്റ്. ഇതാണ് എൻ്റെ ഗാർഡൻ. എന്നാണ് ഇത്, മഞ്ഞോ? ഇതൊക്കെ ഇട്ടേ സീനാവാൻ പോവാ. വീക്കണം. അയ്യോ ഗൈസ്, പണി കിട്ടിയോ? ഓ ഗൈസ്, എനിക്ക് തോന്നുന്നത് ഈ അഡ്മിൻ പൈസ വന്നതിൻ്റെ ഒരു പ്രശ്നമായിരുന്നെന്നാണ്. സീനില്ല, തുടങ്ങിയിട്ടുണ്ട്. സെറ്റ് പോവും. ആദ്യമായിട്ടാണ് ഞാൻ ഇത് ഗാർഡൻ ഇവൻറ്റ് വരുന്നത്. ഇത് ഇവൻറ്റിൽ കയറാൻ പോകുന്നത് ആദ്യമായിട്ടാണ്. സൗണ്ട് വെച്ചിട്ടില്ല ഗൈസ്. എങ്ങനെ കഴിഞ്ഞാലേ ചിലപ്പോൾ ഇത് കിട്ടും, നമുക്ക് കോപ്പിറൈറ്റ് കിട്ടും. ഫസ്റ്റ് സീഡ് ഷോപ്പിൽ പോകും. സീഡൊക്കെ വരാറായോ? സീഡൊക്കെ ഇനി സീനായിരിക്കും കേട്ടോ. ഒരു പമ്മിൻ സീഡുണ്ട്, വാങ്ങിക്കണോ? ബാമ്പു സീഡ് വാങ്ങിക്കണോ? ബാമ്പു പോട്ടെ, എത്ര വരാൻ പോകുന്നു. അപ്ഡേറ്റ് പോട്ടെ. ഓ സീനായി. ലെജൻഡറി കണ്ടു കിട്ടി. എൻ്റെ മോനെ, എൻ്റെ ഇതുവരെ കിട്ടിയിട്ടില്ല ഗൈസ്. ഇതെൻ്റെ ഇതുവരെ കിട്ടിയിട്ടില്ല ഈ സാധനം. ഇവിടെ ഹാച്ച് ചെയ്യാം. 4 മണിക്കൂറോ? എൻ്റെ മോനെ, ഇത് ഞാൻ സെറ്റ് കേട്ടോ. ഞാൻ പറഞ്ഞില്ലേ ഗൈസ്, ഇവൻ്റ് വരണം, നിങ്ങൾ ഇവൻ്റിൽ കയറണം. മോനെ അടുത്ത ഇതുണ്ട്. മോനൊക്കെ ഇവിടെ നിൽക്കും. ഇതാരാ? എല്ലാവരും ഇവിടെ തന്നെയാണ് ഗൈസ്. ഇവിടെ വിട്ടൊരു കളിയില്ല. സീറ്റൊക്കെ വാങ്ങിച്ച് നമ്മൾ കൂട്ടണം. എനിക്ക് എൻ്റെ പ്രാർത്ഥന എനിക്കിത് കിട്ടണം ഗൈസ്. ഏത്? അയ്യോ, എനിക്കിത് ഇത് കിട്ടണം. ഏതേത്? ബീൻ സ്റ്റോക്കോ, എംബർ ലില്ലി സ്റ്റോക്കോ, ഷുഗർ ആപ്പിളോ, ബേണിംഗ് ബഡ് കിട്ടണമെന്നാണ് ഗൈസ്. ബേണിംഗ് ബഡ് കിട്ടണമെന്നാണ്. ഇതെന്തോന്നാണ് ഈ പാട്ട് ഉണക്കണോ ഗൈസ്? വേണ്ടല്ലോ, കോപ്പിറൈറ്റ് കിട്ടിയ പണി കിട്ടും. നമുക്ക് ഇച്ചിരി എടുത്ത് വിൽക്കണം. എനിക്ക് ലാഗാവും കൂടെ ചെയ്ത് കഴിഞ്ഞാൽ പണിയാണ്. അയ്യോ, ലാഗൊന്നും മാത്രമേ സത്യം പറഞ്ഞാൽ ലാഗൊന്നും തുടങ്ങി. ലാഗല്ലേ ഈ ഗെയിമിൻ്റെ? ഗെയിം ഇതാക്കി, ഗെയിം തുടങ്ങി.
എന്നാണ് തോന്നുന്നത്. വരുമെന്നൊക്കെ പറഞ്ഞിട്ട് രോഹിത് എന്നാണ് അവൻ്റെ പേര്. ഓക്കെ, കയറി അവനൊരു ചാനലൊക്കെ തുടങ്ങി. ഞാൻ പറയാം, തുടങ്ങുകയാണെങ്കിൽ. ഓ സീൻ പറ്റ ഡ്രാഗൺ ഫ്രൂട്ടൊന്നും അല്ല, എനിക്ക് റെയർ വേണം. ഇവ വാങ്ങിക്കാൻ വന്നേക്ക് കേട്ടോ നമ്മുടെ. അയ്യോ, ആപ്പിൾ തൊട്ട് എന്തെങ്കിലും ബാമ്പു വരായിരുന്നാൽ മതി. പണിക്ക് പണിട്ടു. ഒന്നുമില്ല. അയ്യേ ഇവിടെ ഒരു തിളക്കം. എടാ പുതിയ സീഡ്. ഏയ് നമുക്ക് ലെവലപ്പ് ലോലിപോപ്പ് വാങ്ങിയാലോ? എന്താ പറയുന്നത്? ഇത് എന്നാണ് ലോലിപോപ്പ് എന്ന് കാണിക്കുന്നേ? മറ്റേ ഹാക്ക് യൂസ് ചെയ്യുന്ന പോലെ ആയിപ്പോയി. കാരണം ഞാൻ ഹാക്ക് യൂസ് ചെയ്യുന്നില്ല. ഓക്കെ, അതായത് ഇനി ഞാൻ ഹാക്കറാണെന്നൊന്നും പറഞ്ഞേക്കല്ലേ. കണ്ടോ, ഇതിപ്പോൾ മാസ്റ്റർ സ്പ്രിംഗ്ലർ റീസ്റ്റോക്ക്ഡ് നമുക്ക് വാങ്ങിക്കണം. ഓക്കെ, നമുക്ക് സ്പ്രിംഗ്ലറൊക്കെ വാങ്ങിക്കണം. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് അഡ്വാൻസ് സ്പ്രിംഗ്ലർ രണ്ടെണ്ണം വാങ്ങിക്കി വെക്കുകയാണ്. ഓക്കെ, മാസ്റ്റർ വാങ്ങിക്കാനുള്ള പൈസ ഒന്നും നമ്മുടെ കയ്യിലില്ല. ലെവലപ്പ് ലോലിപോപ്പ് വാങ്ങിച്ചാലോ? പണി കിട്ടൂ? വേണ്ട, നമുക്ക് അത്രയും പൈസ ഇല്ല. ഏജ് ബൈ 1. ഓ, ലെവലപ്പ് ലോലിപോപ്പ് വേണ്ടേ പൈസ നമ്മുടെ എത്ര? നമുക്ക് സീൻ സാധനം കിട്ടിയടാ ഗോപു. ഇത് നമുക്ക് ലെജൻഡറി എഗ് കിട്ടി. ഇത് കിട്ടിയില്ല, മറ്റേ അതിന്റെ ഒന്നും ഫ്രൂട്ടൊന്നും ഇതുവരെ. ഇതേ എന്റെ ബാമ്പു ഒക്കെ റെയിൻബോ ഒക്കെ ആയി. ബിന്നൂടാ എന്റെ തെങ്ങൊക്കെ വൈറ്റ് കളറ്. വേറെ ആ സാധനം കിട്ടിയില്ലേ കളർ മിത്തിക് എഗ്ഗോ? ഇതിന് 3 നമ്മൾ ഇവിടെ തന്നെ നിൽക്കണം. എൻ്റെ 3 എൽഡർ സ്ട്രോബെറി റീസ്റ്റോക്ക്ഡ്. എൻ്റെ 3 എൽഡർ സ്ട്രോബെറി. പോലെ എവിടെ? എല്ലാവരും സ്ട്രോബെറി അല്ലേ? എത്ര മണിയായി? 7:38. 8 മിനിറ്റ് ആയതേ ഉള്ളൂ. അപ്ഡേറ്റ് തീർന്നോ? നമുക്ക് അപ്ഡേറ്റ് തീർന്നു വരും. ഇത് തന്നെ എൻ്റെ ബേസ്. ഇതെന്നാടാ ഞാൻ പറന്നു കളിക്കുന്നേ? ഒന്ന് ഫുള്ളായിട്ട് ബേസ് ഫുള്ളായിട്ടൊന്ന് കാണിച്ച്. ബ്രോ വിക്കട്ടെ ബ്രോ, എനിക്ക് പൈസ വേണം. എൽഡർ സ്ട്രോബെറി വാങ്ങിക്കാൻ പറ്റുവാണെങ്കിൽ ബ്രോ സെറ്റാണ്. ഓക്കെ, വാങ്ങിക്കാൻ പറ്റുവാണെങ്കിൽ സെറ്റാണ്. സെല്ല് ചെയ്ത് കഴിച്ച് നോക്കിയാലോ, പറ്റുമെന്ന് നോക്കിയാലോ ബ്രോ. ഇത് വെച്ചിട്ട് ഒരു 7 ആക്കി തരാമോ? 4 ആക്കി തരാമോ? നടക്കില്ല. കാരണം വെച്ചാൽ അത്ര ആക്കുമ്പോഴത്തേന് പിന്നെ കാര്യമില്ലേ. എൽഡർ സ്ട്രോബെറി എനിക്ക് കിട്ടിയില്ല. പോട്ടെ, കുഴപ്പമില്ല. നമുക്ക് വിഷമിക്കേണ്ട ഒരു ആവശ്യമില്ല. മറ്റേ ആ ബ്രൂംബർ ആ ബി കുട്ടിയുള്ളതിന്റെ പേരെന്നാ? ഒന്ന് മേലോട്ടെടുത്ത്
എന്നോട് അത് ബേണിംഗ് ബെഡ് നമുക്ക് ചിലപ്പോൾ കിട്ടും. എത്ര രൂപ ബേണിംഗ് ബെഡ്? ബേണിംഗ് ബെഡ് പ്രീമിയത്തിക്ക് നല്ല പൈസയാകും ഗൈസ്. പ്രീമിയത്തിക്ക് കുഴപ്പമില്ല. നമ്മൾ അടുത്ത പ്രാവശ്യം എന്തായാലും വാങ്ങിച്ചിട്ടേ പോകത്തുള്ളൂ. ഓക്കെ, അടുത്ത ശനിയാഴ്ച അല്ലേ ഗൈസ്? അടുത്ത ഗൈസ് നമ്മൾ അടുത്ത പ്രാവശ്യം ഇവനൊരു തേങ്ങ ഞാൻ കൊടുക്കത്തില്ല. തേങ്ങ വീട്ടൊന്നും തരത്തില്ല. ബാമ്പും കൊണ്ട് പോകേണ്ട വരുമോ? നമുക്ക് നോക്കിയാലോ ഗൈസ്, വിറ്റാലോ അല്ല അങ്ങ് കിട്ടിയ എൽഡർ സ്ട്രോബെറി അല്ലല്ലോ. എൽഡർ സ്ട്രോബെറി നോ സ്റ്റോക്കായി ഗൈസ്. ഇവൻ്റ് ഉണ്ടല്ലോ. ഇവൻ്റ് ഇല്ലേ? ഇവൻ്റ് തീർന്നോ? നമുക്ക് എന്നാലും ഇച്ചിരി എടുത്ത് വിൽക്കാം ഗൈസ്. വിറ്റാലേ ശരിയാകത്തുള്ളൂ. ആ എനിക്കറിയാവോ? ഞാനാണോ ഗെയിം കണ്ടുപിടിച്ചത്? എനിക്ക് വേണം എൻ്റെ ഇത്. ആനാ നമുക്ക് ഡ്രാഗൺ ഫ്രൂട്ടൊക്കെ പറിക്കാം. ഇത് കയറാൻ പറ്റത്തില്ല ഡ്രാഗൺ ഫ്രൂട്ട്. ഞാൻ ഇങ്ങനെ ചാടിയായി പറിക്കുന്നത്. അപ്പം എൻ്റെ ഈ ചാടലിന് വേണ്ടി എല്ലാവരും ഓരോ ലൈക്ക് ഇപ്പോൾ അടിച്ചിട്ട് ഈ വീഡിയോ കാണുക. നമുക്കൊന്നും ഒട്ടും ലൈക്ക് പോയിട്ടൊന്നുമില്ല ഗൈസ്. എല്ലാവർക്കും നിങ്ങൾ ലൈക്ക് ചെയ്യുന്നു. ഞാൻ ഇപ്പോൾ പറഞ്ഞു എനിക്ക് റോബോക്സ് ചെയ്ത് തരാൻ പറയുന്നു. ഒരു ലൈക്കല്ലേ അടിക്കാൻ പറയുന്നത്? അയ്യോ സെല്ലല്ലേ. അയ്യോ ഗിഫ്റ്റോ? പോടാ അങ്ങോട്ട് പോയിക്കടാ. എനിക്ക് ഞാൻ തരത്തില്ല. പോടാ. വേണമെങ്കിൽ പെറ്റ് തരാം. അയ്യോ ഏയ് കിട്ടി ബ്രോ. ഐ വാണ്ട് സെൽ മൈ ഇൻവെൻട്രി അല്ലേ ഗൈസ് ഞാൻ കൊടുത്തത്. നമുക്ക് ബാമ്പ് എടുത്ത് വയ്ക്കാം. എന്നിട്ട് വേറെ കുറേ ബാമ്പു ഉണ്ടല്ലോ എൻ്റെ. എത്രയോ ലക്ഷം ബാമ്പുകൾ എൻ്റെ. 22 ബാമ്പു സീഡ്. എന്തിനാ? ബ്രോ തെങ്ങില് സൈഡിൽ ചവിട്ട്. അവിടെ ചവിട്ടിയാ അങ്ങനെ 2 ക്ലിക്കടി. ഇല്ല എങ്ങനല്ല കണ്ട. ഇതുകൊണ്ട് വിൽക്കട്ടെ ഫസ്റ്റ്. ഐ വാണ്ട് സെൽ മൈ ഇൻവെൻട്രി അത്യാവശ്യം. ഓക്കെ 35 രൂപ. പക്ഷേ അടുത്ത പ്രാവശ്യം നീ നോക്കിക്കോ. ബാമ്പു വാങ്ങാം. 35 ഒന്നും അല്ല, ബാമ്പു വാങ്ങി വെച്ചേക്കാം ഗൈസ്. അടുത്ത പ്രാവശ്യം $35 മില്യൺ മില്യൺ $70 ഒരു സ്റ്റോക്ക് ബാമ്പു ആരെങ്കിലും കൊണ്ടുപോട്ടെ. 70 മില്യൺ എൽഡർ സ്റ്റോ എല്ലാവരും ഇറങ്ങിയോ? ഇല്ല, അവൻ മാത്രം ഇറങ്ങാത്തുള്ളൂ. അവനോട് എന്തെങ്കിലും ഗിഫ്റ്റ് ചോദിച്ചാലോ? അവൻ ഗിഫ്റ്റ് തരുമോ? ബൈ ചോദിക്കാം. ഗിഫ്റ്റ് തരുവാണ് ചോദിക്കാം. ഗിഫ്റ്റ് പ്ലീസ് ചോദിച്ചിട്ടുണ്ടോ? ചോദിക്കാം. ചാടി നോക്കാം. തരുമോ? തരുമോ പ്ലീസ്? ചേട്ടാ ഞാൻ കൊടുക്കും. ഒരു ബ്ലൂബെറി കൊടുക്കും. ഇതാറാ പാണ്ടൊക്കെ മേളിൽ ആരറങ്ങണ പോലെ. നമുക്ക് ഈ ബാക്കിലുള്ള പമ്പിനൊക്കെ വിൽക്കാം ഗൈസ്. എന്നാ പാട്? ഒരു പാടുമില്ല ബ്രോ. ചേച്ചി പൈസ നൈസ് പൈസ കിട്ടി. ഇനി ഞാൻ പൈസ ഒക്കെ സേവ് ചെയ്യുകയാണ്. വലിയ അത്യാവശ്യം നല്ല സീഡ്സ് ഒക്കെ വാങ്ങിക്കത്തുള്ളൂ. ഓക്കെ. എനിക്ക് നല്ല വിഷമമുണ്ട് എൽഡർ സ്ട്രോബെറി കിട്ടാത്തടാ. ഇവനൊരു ഗിഫ്റ്റ് തരുവാണെങ്കിൽ സെറ്റായിരുന്നു. ഇവ എക്സ്പാൻഡ് ചെയ്തടാ. ഒരു ഗിഫ്റ്റ് തരുവാണെങ്കിൽ സെറ്റായിരുന്നു ഗൈസ്. ചോദിക്കാം. എന്നോട് ചോദിച്ചാലോ? ഇതാറാ പോകുന്നേ. റീസ്റ്റോക്കായോ? സീഡ് റീസ്റ്റോക്കായോ? ഇല്ല, 53 സെക്കൻഡ് ഗൈസ്. എന്തെങ്കിലും നല്ലത്. മഷ്റൂം അല്ല, പെപ്പർ അല്ല, കാക്കോ അല്ല, ബീൻ സ്റ്റോക്കിൻ്റെ എങ്ങനെ കിട്ടുവാണെങ്കിൽ സെറ്റായിരുന്നു. അടുത്ത പ്രാവശ്യം നോക്കിക്കോ. എൽഡർ സ്ട്രോബെറിയോ ഗ്രീൻ സ്റ്റോക്കോ നമ്മുടെ കയ്യിൽ. ഞാനോട് ചോദിച്ചു നോക്കാം എന്തെങ്കിലും ഗിഫ്റ്റ്. ഓക്കെ. കാരണം നമ്മുടെ ഇപ്പം എൽഡർ സ്ട്രോബെറി കിട്ടിയില്ല ഗൈസ്.
ഇത് റിവെഞ്ച് ആയിരുന്നു ഗൈസ്. അൾട്രാ സ്ട്രോബെറിയോട് എൻ്റെ റിവെഞ്ച് ആണ്. ഗോപുവിനോടുള്ള റിവെഞ്ച് ഗൈസ്. അടുത്ത പ്രാവശ്യം അടുത്ത ഇവൻറ്റ്, ശനിയാഴ്ചയുടെ അടുത്ത ഇവൻറ്റ് നമ്മൾ എടുത്തിരിക്കുക, അല്ലെങ്കിൽ അടുത്തതിൻ്റെ അടുത്ത ഇവൻറ്റ്. ആ നോക്കാം. ഞാൻ പൈസ ഉണ്ടാക്കിയിട്ട് എടുത്തിരിക്കും. എടാ എടാ നല്ല എന്തെങ്കിലും വാ. അയ്യോ അയ്യോ ഒന്നും ആയിട്ടില്ല. ഗിയർ ഷോപ്പൊക്കെ ആവുന്നു. പുതിയ ഫ്രൂട്ട് വന്നല്ലോ ഗൈസ്. ക്യാരറ്റ് വല്ല ആയ ഷേ എന്തോന്ന് ഒരു വിഷമമില്ല ഗൈസ്. അടുത്തതിൽ ചെറിയ വിഷമമേ ഉള്ളൂ. അടുത്തതിൽ എടാ മാസം സ്പ്രിംഗ്ലർ ഉണ്ടല്ലോ. ഇനി എന്തിനാ സ്പ്രിംഗ്ലറൊക്കെ എന്തിനാ? എല്ലാം കഴിഞ്ഞു ഗൈസ്. പെറ്റേജ് 1 അത്രേ ഉള്ളൂ. പെറ്റേജ് കൂട്ടാന്നേ ഉള്ളൂ ഗൈസ്. അല്ലേ വേറൊന്നുമില്ലേ? ഞാൻ അഡ്വാൻസ് സ്പ്രിംഗ്ലർ അല്ലേ ഗൈസ് വാങ്ങിയേ? കറക്റ്റായിട്ട് അറിയത്തില്ലല്ലോ. പെറ്റ് ഷോപ്പിൽ എഗ്ഗ് നോക്കട്ടെ. ഓക്കെ എല്ലാം മിത്തിക്കൽ ഒരെണ്ണേ ഉള്ളൂ. ഒരെണ്ണം വാങ്ങിച്ചാൽ വെക്കാം വെക്കാം. എൻ്റെ പൈസ മൊത്തം തീർന്നു. ഇനി എനിക്ക് മിത്തിക്കൽ എഗ്ഗിൽ നിന്നും വല്ല പാട്ട സാധനത്തിനാണ് കിട്ടുന്നതെങ്കിൽ ഗൈസ്. ഷട്ട് എടാ എൻ്റെ പൈസ മൊത്തം തീർന്നു. പാമ്പ് കൊടുത്തേ വിറ്റേ. ഒരു സൈഡ് ഫുള്ള് വിറ്റേ പറ്റത്തുള്ളൂ. കാരണം എൻ്റെ 35 പാമ്പ് ഇനിയുണ്ട്. സീനില്ല. ബാക്കിലെ പാമ്പൊക്കെ ഇട്ട് വിൽക്കണം. ഇന്ന് പൈസ ഉണ്ടാക്കണം ഗൈസ്. നഷ്ടക്കച്ചവടമാണോ എന്ന് ചോദിച്ചാൽ നഷ്ടക്കച്ചവടമാണ്. ഓക്കെ നിങ്ങൾ നഷ്ടക്കച്ചവടമാണോ എന്ന് ചോദിച്ചാൽ നമുക്ക് ഞാൻ പറയും നഷ്ടമാണോ എന്ന് ചോദിച്ചാൽ നഷ്ടമാണ്. ലാഭമാണോ എന്ന് ചോദിച്ചാൽ ലാഭമാണ്. എന്ന് വെച്ചാൽ എന്തെങ്കിലും മനസ്സിലായോ? ഒന്നും മനസ്സിലാകത്തില്ല എടാ. ഓക്കെ കഴിഞ്ഞെന്ന് തോന്നുന്നല്ലേ? ഇവൻ്റെ കഴിഞ്ഞു. പക്ഷേ പോരാ ഇവൻ്റെ പോലല്ലോ കഴിച്ചു. നല്ല ഇവൻ്റെ ഒക്കെ കൊണ്ടുവരാനുള്ളതിന് കുഴപ്പമില്ലായിരുന്നു അതിൻ്റെ. അത്രയും പറയാം അല്ലേ? അല്ലാതെ വലിയതൊന്നും പറയാൻ പറ്റത്തില്ല. നമുക്ക് ഇന്ന് വന്ന് 30,000 അടിച്ചിട്ട് പോവാം. അല്ലെങ്കിലേ കാരണം നമ്മൾ 30,000 നമ്മൾ 1 മില്യൺ കൊടുത്ത് ഇത് വാങ്ങിയതല്ലേ. അതിൽ നിന്ന് എൻ്റെ റെയർ പറ്റാണെങ്കിൽ മോനെ നമ്മൾ അടുത്ത ഭാഷ എല്ലാം സെറ്റ് ചെയ്യും. അടുത്ത ഭാഷ നമ്മളെ കളിയാക്കാരുടെ മുമ്പിൽ നമ്മൾ തല ഉയർത്തി പിടിച്ച് നിൽക്കണം. നോക്കാം. നിന്നില്ലെങ്കിൽ എന്നെ ഒന്നും പറയരുത്. ഓക്കെ അപ്പോൾ തിന്നാൻ പറ്റുമോ? നീ തിന്നേനെ. ഓക്കെ എനിക്ക് തോന്നുന്നു മതിയെന്നാ. എടാ ലോലിപ്പോപ്പ് പാടാൻ മോനെ. എടാ താടാ പ്ലീസാ. ലോലിപ്പോപ്പ് പറഞ്ഞുകൊണ്ട് വിൽക്കുമായിരുന്നു. ലോലിപ്പോപ്പ് വിൽക്കാൻ പറ്റത്തില്ല. നമ്മുടെ ലെവൽ കൂട്ടാൻ അങ്ങനല്ലേ ഗൈസ് പറഞ്ഞേ? ആണെന്നാ തോന്നുന്നു. അത്രേ ഉള്ളൂ. ഇനി നമ്മൾ ഈ പാമ്പൊക്കെ ഇടും കേട്ടോ. ഈ പാമ്പ് കൊള്ളാമല്ലോ. നല്ല പൈസ തരണേ. ഇതൊക്കെ അത്രേ ഉള്ളൂ. 29. നമുക്ക് ഇച്ചിരിയും കൂടെ പാമ്പ് ഇട്ടിട്ട് ഈ പാമ്പും കൂടെ ഇട്ടിട്ട് ഇന്നത്തെ വീഡിയോ നിർത്താം. ഓക്കെ ഈ സ്റ്റോക്കും കൂടെ നോക്കിയിട്ട് നമുക്ക് ഇന്നത്തെ വീഡിയോ കാര്യങ്ങളൊക്കെ വൈൻഡപ്പ് ചെയ്യാം. അടുത്ത വർഷത്തെ വീഡിയോ നിങ്ങൾ കാണുമ്പോൾ തന്നെ ഞെട്ടിത്തെറിക്കും. അയ്യോ ഇവൻ്റെ ബേസ് ഇങ്ങനെയായിരുന്നു. എൻ്റെ പൊന്നെ ഇവൻ എൻ്റെ ആൾക്കാർ പറയും എടാ ഇവൻ്റെ ബേസിൽ പോയാൽ മതിയായിരുന്നു കേട്ടോ എന്ന് ആൾക്കാർ പറയും. എല്ലാവരുടെ ബേസിനേക്കാളും ടോപ്പ് 1 ബേസ് ആക്കിയിട്ടാണ് ഞാൻ ഇനിയും റോബ്ലോക്സിൽ ഇതിൻ്റെ വീഡിയോ എടുത്തുള്ളൂ ബേസ്. അവന്റെ പൂ പോലെ അത്താപ്പൂക്കളാവോ? ചിരിക്ക് ഇതിനൊക്കെ എന്തോ പവർ കിട്ടി. അടുത്ത ഇവൻ്റ് നീ കണ്ടോളാ. ഓക്കെ 30,000 ഒന്നായിട്ടുണ്ട്. ഓക്കെ നമ്മൾ ഇന്നത്തെ റെക്കോർഡും കാര്യങ്ങളൊക്കെ എടാ ഇങ്ങനെ വിറ്റാലും 40,000 ആക്കാം. 7,000 എന്തായാലും ആക്കത്തില്ല. ഓക്കെ അപ്പോൾ നമ്മളിനി കാര്യങ്ങളൊക്കെ ഇത് 51 സെക്കൻഡ് കഴിഞ്ഞിട്ട് നമ്മൾ ഈ സീഡും കൂടെ വാങ്ങി ഇന്നത്തെ വീഡിയോ ഇവിടെ വെച്ച് വൈൻഡപ്പ്. അതാണ് എൻ്റെ ഫാം. തെങ്ങൊക്കെ കണ്ടോടാ. എൻ്റെ എടാ ഈ റൊമാൻസ്കൊക്കെ നമ്മുടെ കൂട്ടുകാരനെ ഒന്ന് വിളിച്ചു നോക്കട്ടെ. അവൻ റോബ്ലോക്സ് കിങ്ങൊക്കെയാണെന്നാ പറഞ്ഞത്. ഓ നോ എല്ലാവരും പോയി. ഞാൻ ഒറ്റയ്ക്ക്. ഇത് പ്രൈവറ്റ് സെർവറോടെ പോയല്ല എല്ലോടെ. സ്റ്റീൽ ലൈബ്രറിയിലോട്ട് ഞാൻ ഇങ്ങനെ ചെയ്തേ. ഞാൻ കളിച്ചോണ്ടിരിക്കുകയാണ്. എല്ലാവരും ബാക്ക് അടിച്ചു പോയി.
പക്ഷെ അപ്പം എനിക്ക് ബ്രെയിൻ റോട്ട് ഗോളൊക്കെ കിട്ടി. പിന്നെ ഞാൻ സ്റ്റാർട്ട് ചെയ്തു പ്രൈവറ്റ് സെർവർ പോലെ ആയിപ്പോയി. പിന്നെ ഞാൻ സ്റ്റാർട്ട് ചെയ്തപ്പോൾ എല്ലാവരും ഉണ്ട്. പിന്നെ എന്നെ ആ ബ്രെയിൻ റോട്ടിൽ കൊണ്ടുപോയി. ആ വിഷമം ഇപ്പോഴുള്ള വിഷമത്തിന് എല്ലാം കൂടെ റിവെഞ്ച് എടുത്തൊരു വീഡിയോയിൽ ഷോർട്സ് അപ്ലോഡ് ചെയ്യും കേട്ടാ. എന്നിട്ട് നീ കരയും. ഇനി പിന്നെ ആരും വാങ്ങിക്കാനൊന്നുമില്ല. ആരും വാങ്ങിക്കാനില്ലല്ലോ. പാമ്പ് ഉണ്ട് പാമ്പ്. പാമ്പ് മൊത്തം വാങ്ങിക്കാം. പാമ്പ് എന്തായാലും നമുക്ക് ആവശ്യം വരും. പാമ്പുമാണ് നമ്മളിപ്പോൾ രക്ഷിച്ച്. ഓക്കെ ഇപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെ ഉള്ളൂ. ഓക്കെ പുതിയ സീഡും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ടെന്ന് നോക്കാം. ഓക്കെ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ, സബ്സ്ക്രൈബ് കൂടെ ബെല്ലൈക്കണും കൂടെ എനേബിൾ ചെയ്യുക. പുതിയ വീഡിയോ